പുളക്കാട്ടുകുറിശി ഇടവകയിലെ പ്രധാന വാർത്തകൾ. നമ്മുടെ സഹയാത്രികനായ ഈശോയെ കണ്ടുമുട്ടാനുള്ള ഒരു തീർത്ഥയാത്രയാണ് വിശ്വാസ പരിശീലനം. ഈശോയുടെ ജനനത്തിന്റെ മഹാജൂബിലിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ വിശ്വാസ പരിശീലനത്തിന്റെ ആപ്തവാക്യവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശ്വാസ പരിശീലനം പ്രത്യാശയുടെ തീർത്ഥാടനം എന്നതാണ്. വിശ്വാസ പരിശീലനത്തോടനുബന്ധിച്ച് പുളക്കാട്ടുകുറിശി ഇടവകയിൽ പ്രവേശനോത്സവം ആഘോഷപൂർവ്വം നടത്തപ്പെട്ടു. വിശദമായി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിത ചരിത്രം ഡ്രാമയായി അവതരിപ്പിച്ചു. അയ്യോ പാവം, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രമാ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാ. ഒരു വിശുദ്ധയെക്കുറിച്ചെങ്കിലും നീ പഠിക്ക്, അപ്പൊ കാറ്റഗിസം ക്ലാസ് നിനക്ക് ഇഷ്ടമായി തുടങ്ങും. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും കാഴ്ച സമർപ്പണം നടത്തി. A മുതൽ Z വരെയുള്ള അക്ഷരമാലയിൽ തുടങ്ങുന്ന വിശുദ്ധരുടെ പേരുകൾ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് കുട്ടികൾ കാഴ്ച സമർപ്പണത്തിനെത്തിയത്. ആദ്യമായി 1ാം ക്ലാസ്സിലെത്തിയ കുട്ടികൾ അവരുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരുടെ ചിത്രങ്ങളും കൈകളിലേന്തിയാണ് കാഴ്ച സമർപ്പണത്തിനെത്തിയത്. തുടർന്ന് അവരെ കൊണ്ട് ദീപം തെളിയിച്ച് വിശ്വാസ പരിശീലന വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ ഉണ്ണീശോയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും മാലാഖമാരുടെയും വേഷം അണിഞ്ഞെത്തിയത് എല്ലാവരിലും സന്തോഷമുളവാക്കി. ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കുറുക്ക് വഴികളാണ് വിശുദ്ധർ. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കൂടുതൽ അടുത്തറിയേണ്ടത് നമ്മുടെ വിശ്വാസ ജീവിതത്തിനും അനിവാര്യമാണ്. ഇതിനായി ഇടവകയിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ വിശുദ്ധരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഓരോ വിശുദ്ധരുടെയും ജീവിത ചരിത്രം വിദ്യാർത്ഥികൾ പഠിക്കുകയും ഇടവക ജനത്തോട് പങ്കുവെക്കുകയും ചെയ്തു. എല്ലാവരും നല്ല വിശുദ്ധരെ കുറിച്ച് നല്ല സൂപ്പറായിട്ട് അവര് പറഞ്ഞു തന്നു. കുറെ പേരെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് നല്ല പേര്. കുറിച്ചുള്ള അനുഭവങ്ങൾ അന്ന ബോസ്കോ നമ്മോട് പങ്കുവെക്കുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ പള്ളിയിലോട്ട് 2 കുട്ടികൾ ഞങ്ങളുടെ 1ാം ക്ലാസ്സിലോട്ട് വന്നു. ഞങ്ങൾ അഭിനയിച്ച ഡ്രാമ പള്ളിത്തെ എല്ലാവർക്കും വലിയ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. പിന്നെ അച്ഛൻ വിശുദ്ധത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഉറച്ച വിശ്വാസത്തിൽ നിന്നുമാണ് ഉറപ്പുള്ള പ്രത്യാശയിലേക്ക് നാം പ്രവേശിക്കുക. നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കാനുള്ള വേദിയായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ പരിശീലനം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.